യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രവും കുരിശുമരണവും സ്മരിക്കപ്പെടുന്ന ഈ സമയം എന്തു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? മാനവരാശിയുടെ പാപമോചനത്തിനായി കാൽവരി കുന്നിൻ മുകളിൽ കുരിശിൽ സമർപ്പിച്ച യേശുവിൻ്റെ ജീവിതം സ്നേഹിതനു വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ള ഒരു മഹത്തായ സന്ദേശമായിരുന്നു യേശു ക്രിസ്തു ലോകത്തിന് നൽകിയത്. യഥാർത്ഥത്തിൽ ദൈവം ഭൂമിയിൽ വരച്ച ആദ്യത്തെ കുരിശ് പിന്നീട് കാൽവരി കുന്നിൻ മുകളിൽ വിശുദ്ധ കുരിശായി മാറുകയാണ് ചെയ്തത്. എബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നെറുകയും കുറുകയും പോകുക, നെറുകയും കുറുകയും പോകുക. നീ പോകുന്നിടമെല്ലാം നിനക്ക് അവകാശമായി തീരും, എല്ലാം നിനക്ക് സ്വന്തമാകും എന്ന് പറഞ്ഞ ഭൂമിയിൽ വരച്ച ആ കുരിശാണ് പിന്നീട് കാൽവരിയിൽ വിശുദ്ധ കുരിശായി മാറുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആദ്യ പ്രസംഗം തുടങ്ങുന്നത് നെബലൂൺ സപ്താലി പ്രദേശങ്ങളിലായിരുന്നു. വിജാതിയരുടെ ഗലീലി എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലം. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഗലീലിയയിലും ജെറുസലേമിലും യൂദയായിലും എല്ലാ സ്ഥലങ്ങളിലും യേശുക്രിസ്തു പ്രസംഗിച്ചുകൊണ്ട് നടന്നെങ്കിലും ജോർദാൻ്റെ മറുകരെ സെബലൂൺ നഫ്താലി പ്രദേശമായിരുന്നു ആദ്യത്തെ പ്രസംഗം. ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചും അവിടെ പ്രവേശിക്കാൻ ആവശ്യമായ പശ്ചാത്താപം, അവിടെ പ്രവേശിക്കാൻ ആവശ്യമായ വിശ്വാസം എന്നിവയെക്കുറിച്ചെല്ലാം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. തന്നിലൂടെയും താൻ വഴിയും മാത്രമേ ദൈവരാജ്യം സ്ഥാപിതമാകൂ എന്നുകൂടി യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പീഡാനുഭവവും മരണോത്ഥാനവും ഒക്കെ അതിന് ഭാഗമായിരുന്നു. അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ യഥാർത്ഥ കാതലായ ഭാഗം മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുമെന്നായിരുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇരുളിൻ്റെ നിഴലിൽ ജീവിച്ചിരുന്നവർ അവിടെ ഒരു വലിയ പ്രകാശം കണ്ടു, അവിടെ ഒരു ദീപ്തി ഉദയം ചെയ്യുകയായിരുന്നു. ഇതെല്ലാം പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു അവിടെ സംഭവിച്ചത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ യോഹന്നാൻ ഗലീലിയായിൻ്റെ മരുഭൂമിയിലും യൂദയായിലെ മരുഭൂമിയിലും ഗലീലിയായിലും ദെക്കാപ്പോളിസിലും എല്ലാം പ്രസംഗിച്ച് നടന്നതും യേശുവിന് മുമ്പേ പറഞ്ഞു നടന്നതും ഇത് തന്നെ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ യഥാർത്ഥ സ്നാനം നൽകാൻ വരുന്നവൻ യേശു, കർത്താവായ യേശുവാണ്. അവൻ്റെ കയ്യിൽ വീശുപുറമുണ്ട്, നെല്ലും പതിരും അവൻ തിരിക്കും, പതിര് കെടാത്ത തീയിലിട്ട് അവൻ കത്തിക്കും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവൻ നിങ്ങൾക്ക് സ്നാനം നൽകും, അഗ്നി കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ അടുത്തേക്ക് ഗലീലയിൽ നിന്ന് ഒരിക്കൽ സ്നാനം സ്വീകരിക്കാനായിട്ട് യേശുക്രിസ്തു വരുന്നുണ്ട്. സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വർഗവാതിൽ തുറക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ ആവസിക്കുന്നത് ഞാൻ ഇറങ്ങി വന്ന് ആവസിക്കുന്നത് കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗീയ അരുളിപ്പാടിനെ കുറിച്ച് കേട്ടതും ഈ പറയുന്ന യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവൻ ദൈവപുത്രനാണ് എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനായിട്ടാണ് യോഹന്നാൻ വന്നതെങ്കിൽ യഥാർത്ഥ വെളിച്ചം വരാനിരുന്ന യേശുക്രിസ്തുവായിരുന്നു. ലോകം അവരിലൂടെ സൃഷ്ടിച്ചു, എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തം ജനതയിലേക്ക് അവൻ ഇറങ്ങി വന്നു, സ്വജനങ്ങളിലേക്ക് അവൻ ഇറങ്ങി വന്നു, എന്നാൽ ആരും അവനെ സ്വീകരിച്ചില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം മാംസമായി നമ്മളിൽ വസിച്ചു. മോശയിലൂടെ നമുക്ക് നിയമം നൽകപ്പെട്ടു, യേശുക്രിസ്തുവിലൂടെ നമുക്ക് കൃപയും സത്യവുമാണ് നൽകുന്നത്. യഥാർത്ഥ പ്രകാശം, അത് വചനമായ യേശുവാണ് യഥാർത്ഥ പ്രകാശമെന്നും ആ പ്രകാശത്തെ സ്വീകരിക്കാത്തവർ, ആ പ്രകാശത്തെ സ്വീകരിക്കുന്നവർ മർത്യതയുടെ മണ്ഡലമായ അന്ധകാരത്തെ അതിജീവിക്കുമെന്നും മോചിതരാകുമെന്നും അല്ലാത്തവർ അന്ധകാരത്തിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകുമെന്നുമാണ് യേശുക്രിസ്തു അസന്നിഗ്ധമായി പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന ഈ മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രകൾക്കൊക്കെ എല്ലാം ഇടയിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അത്ഭുത പ്രവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അതുപോലെ തന്നെ പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു. ദൈവജനതയുടെ
സ്വപ്ന സാക്ഷാത്കാരവും ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു യേശുവിൻ്റെ ജനനമെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതയാത്ര കടന്നു പോകുന്നത് അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ സംതൃപ്തരാക്കിക്കൊണ്ട് 7 അപ്പം കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിക്കൊണ്ട് പിശാച് ബാധയിൽ നിന്നും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് രോഗബാധിതരെ സുഖപ്പെടുത്തിക്കൊണ്ട് ബദിറിനെയും മൂകനെയും യഫാത്ത എന്ന് പറഞ്ഞ് തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് സുഖപ്പെടുത്തിക്കൊണ്ട് അന്ധരായവരെ അന്ധയാചകന്മാരെ ദാവീദിന്റെ പുത്രൻ കരീണമേ എന്ന് പറഞ്ഞവരെ സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വലിയൊരു അത്ഭുത പ്രവർത്തനങ്ങൾ, ഒരു ഘോഷയാത്ര തന്നെ യേശുവിൻ്റെ ജീവിതത്തോട് നമുക്ക് കാണാൻ കഴിയും. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ എഴുന്നേൽക്കുക, നീ നിൻ്റെ ശയ്യയും എടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോകുക. തളർവാദ രോഗിയോട് യേശു പറഞ്ഞതാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുവാൻ, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിന് അധികാരമുണ്ടെന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയാണ് യേശു അത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന ഇന്നത്തെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുമ്പസാരക്കൂട്ടിലേക്ക് പാപങ്ങൾ ഏറ്റുപറയാൻ ചെല്ലുന്ന ഈ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വൈദികൻ്റെ ഈ കുമ്പസാരക്കൂടിനുള്ളിൽ നിന്നും മടങ്ങി വരുന്നത് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇവർ ചെറുകഥയാണോ പറയുന്നത്, നോവലാണോ പറയുന്നത്, ഏത് രീതിയിലാണ് പാപങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ല. അതായത് സ്വർഗസ്ഥനായ പിതാവ് മോശയിലൂടെ 2 കൽപ്പനകൾ എഴുതിയ 10 കൽപ്പനകൾ, 10 കൽപ്പനകളുടെ ലംഘനമാണ് പാപം. ആ 10 കൽപ്പനകൾ ഏതൊന്നും ഒന്ന് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പശ്ചാത്തപിച്ചുകൊണ്ടാണ് കുമ്പസാരക്കൂട്ടിൽ പോയി വൈദികരോട് പറഞ്ഞ് പശ്ചാത്തപിക്കേണ്ടത്. അതിന് ഇനി 10 പാപങ്ങളും ചെയ്തിട്ട് വൈദികരുടെ അടുത്തേക്ക് ചെന്നാൽ പോലും ഈ പറയുന്ന 2 മിനിറ്റ് മതി. അവസാനത്താണ് 1/2 മണിക്കൂറും 3/4 മണിക്കൂറും ഈ പറയുന്ന ഈ കുമ്പസാരക്കൂടിൽ നിന്നുകൊണ്ട് ഇത് സിനിമാ കഥ പോലെ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. സത്യത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ വൈദികർ ഇന്നത്തെ ഈ നമ്മുടെ ഈ വൈദിക സമൂഹം, പുരോഹിതന്മാർ ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുകളോടുകൂടി ജനങ്ങൾക്ക് ഇവർ സന്ദേശം നൽകേണ്ടതാണ്. പാപത്തെ 10 കൽപ്പനകൾ ലംഘിച്ച പാപം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പശ്ചാത്തപിച്ചുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകേണ്ട ഇവരിങ്ങനെ മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ പുറകിൽ നിൽക്കുന്നവർക്ക് സംസാരിക്കാൻ പറ്റുമോ? നിരനിരയായി നിൽക്കുന്നവർക്ക്? യഥാർത്ഥത്തിൽ അതിനേക്കാളും എനിക്ക് തോന്നിയ വലിയ സങ്കടകരമായൊരു കാര്യം, 10 കൽപ്പനകളിലെ ഈ ഭൂമിയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാപമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്തിട്ട് വൈദികരോട് ചെന്ന് ഏറ്റുപറയുമ്പം ആ പാപങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ 3 സ്വർഗസ്വനായ പിതാവേ ചെല്ലുക, 3 നന്മ പറഞ്ഞവരമേ ചെല്ലുക എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്ന വൈദികനെയാണ് നമ്മൾ കാണുന്നത്. ആ 3 സ്വർഗസ്വനായ പിതാവോ 3 നന്മ പറഞ്ഞവരെയോ ചെല്ലിയിട്ട് ആ പള്ളിയിൽ നിന്ന് കുർബാന സ്വീകരിച്ച് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് തന്നെ വീണ്ടും പാപം ചെയ്ത് ദൈവജനത എന്നുള്ളത്. അതിൻ്റെ കാരണം ഈ വൈദികർ തന്നെയാണ്. കാരണം പാപത്തിൻ്റെ ആ സീരീസ്, പാപം ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദുരിതം എന്താണ് എന്നിവർ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പള്ളി വരികയെന്ന് ഓർത്തിട്ടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുന്നുണ്ട്. മഗ്ദലന മറിയത്തിൻ്റെ പാപം ക്ഷമിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞതാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇനി നീ പാപം ചെയ്യാൻ പാടില്ല. പാപം എന്താണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമായി മറ്റൊരു ബലിയില്ലെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. ശക്തമായി അടിപിടിയിട്ടുകൊണ്ടാണ് പറയുന്നത്. പാപം എന്താണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമായി മറ്റൊരു ബലിയില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താണ്? ഏത് പാപവും ചെയ്തിട്ട് കുമ്പസാരക്കൂട്ടി പോയി ഒരു തമാശ പറയുന്നവരെ പറയുമ്പോൾ 3 സ്വർഗസ്വനായ പിതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വർഗസ്വനായ പിതാവോ ചെല്ലാൻ പറയുന്ന പുരോഹിതൻ്റെ അത് കേട്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നവരെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഹിതന്മാർ അതാണോ പറയേണ്ടത്? പാപം ചെയ്ത് പോകുന്നവൻ, ഞാൻ വ്യഭിചരിച്ചു എന്ന് പറയുന്നവനോട് നീ ബൈബിൾ ഇന്ന് പോയി തുറന്നു നോക്കുക, എന്തിന് വീട്ടിൽ പോയി നീ ഇന്ന ഭാഗം തുറന്നു നോക്കുക, ആ ഭാഗത്ത് എഴുതി വച്ചിട്ടുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാലുള്ള നിൻ്റെ അനന്തരഫലം എന്നാന്ന് എഴുതി വച്ചിട്ടുണ്ട്, കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ടെന്ന് പറയണം. അതായത് മഹിമയുടെ ദിനത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന ദിവസം ദൈവപുത്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന മിന്നൽപ്പടകൾ പോലെയാണ് മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നാണ് പറയുന്നത്. അവിടെ ചെമ്പരിയാടുകളിൽ നിന്ന് കോലാടുകളെ തിരിക്കും. വലതുഭാഗത്ത് നിൽക്കുന്നവരോട് പറയും, നിങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൽപ്പനകളനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിട്ടിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് ഒരുക്കിയിട്ടിരിക്കുന്ന സ്വർഗീയ രാജ്യത്തേക്ക് പ്രവേശിക്കുക. ഇടതുഭാഗത്ത് നിൽക്കുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച നിങ്ങളെ നിത്യനരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ വെറും നീർക്കുമ്പളയ്ക്ക് തുല്യമായ മനുഷ്യജീവിതം, ആ മനുഷ്യജീവിതത്തിൻ്റെ അവസാനം സ്വർഗീയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള
ഒരു മനുഷ്യൻ്റെ ഒരുക്കമാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യ ജീവിതം. യേശു പഠിപ്പിച്ചതൊക്കെ അതാണ്. അതായത് സ്വർഗീയ നിത്യജീവൻ മരണാനന്തരം ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നിത്യനരകാഗ്നി, അഗ്നികുണ്ഡത്തിൽ. അപ്പം ഇവിടെ പാപം ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും ആ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമൂഹം നമ്മുടെ ഇന്നിവിടെ ഉണ്ട്. അപ്പം ഞാനീ പറഞ്ഞതുപോലെ തന്നെയാണ്, എനിക്ക് ശക്തമായി പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും പള്ളി വരികയെന്ന് ഓർത്തിട്ടായിരിക്കും വൈദികർ ഇങ്ങനെ പറയുന്നത്. അപ്പം ഇത് ശരിക്കും ഈ പറയുന്ന പാപങ്ങളെക്കുറിച്ച് ഒരു പ്രാവശ്യം ചെയ്യുന്ന പാപം, അത് ആ പാപത്തിന് പരിഹാരമായിട്ട് ബൈബിൾ തുറന്ന് വായിക്കാൻ പറയുന്ന വൈദികൻ പിന്നീട് വീണ്ടും ഈ പാപം ചെയ്തിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് കൂടി പറയണം, ശക്തമായി താക്കീത് കൊടുക്കണം. അങ്ങനെ വന്നുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞത്, പാപം എന്താണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമായി മറ്റൊരു ബലിയില്ല. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ന് ഈ സമൂഹം ഏതാണ്ടൊരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇന്നത്തെ പോക്കിലുള്ള ഒരു ദുഃഖം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരണം. ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവ സ്മരണകളും യേശുവിൻ്റെ ജീവിതവും ഒക്കെ നമ്മുടെ കൺമുന്നിലൂടെ മാഞ്ഞു മറയുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറണം. അനുതാപത്തിൻ്റെ കണ്ണുനീർ, അനുകമ്പയും ദയയും സ്നേഹവും ഒക്കെ നമ്മളിൽ ഉണ്ടാകണം. അതല്ലാതെ എന്ത് ചെയ്താലും പണം ഉണ്ടാക്കിയാൽ മതി, എന്ത് ചെയ്താലും അത് സുഹൃത്തിൻ്റെ ആണെങ്കിലും ബിസിനസ് പങ്കാളിയുടെ ആണെങ്കിലും അത് എങ്ങനെ ചതിച്ചാണെങ്കിലും എങ്ങനെ പറ്റിച്ചാണെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി. ആ പണമാണ് സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് കരുതുന്ന ഒരു സമൂഹമായി ഇതുള്ളത്, നമുക്ക് ചുറ്റുമുള്ളത്. ഇങ്ങനെ സമ്പാദിക്കുന്ന പണം സ്വന്തം വേർപ്പിൻ്റെ ഫലമല്ലാത്തത് കൊണ്ട് ആ പണത്തിൻ്റെ അകത്ത് കുറച്ച് ഈ പറയുന്ന വളരെ ബന്ധുക്കൾക്ക് വീട് പണിത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ മക്കളെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. എന്തിനാ? വേലി പറഞ്ഞു നടക്കാനായിട്ടാണ്. യേശുക്രിസ്തു എന്നാ പറഞ്ഞത്? ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പോക്കിൽ എനിക്ക് ദുഃഖമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ രോഗത്താൽ പറഞ്ഞവരെ സുഖപ്പെടുത്തിയൊക്കെയുള്ള ഈ യാത്രയിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തു. നായിൽ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു വിധവയുടെ ഏകപുത്രൻ്റെ ശവപഞ്ചവുമായി വരുമ്പോൾ ആ വിധവയുടെ കണ്ണീര് കണ്ട മകനെ എഴുന്നേൽപ്പിച്ച് ആ വിധവയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ സിനഗോഗ് അധികാരി ജെയ്റോസിൻ്റെ മകൾ മരിച്ചു കിടന്ന ആ മകളോട് കൈകൾ നീട്ടിയിട്ട് പറഞ്ഞു, തലീത്താക്കും എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ്. ബാലിക എഴുന്നേൽക്കുക. മരിച്ചു കിടന്ന ബാലിക എഴുന്നേൽക്കുന്നുണ്ട്. ലാസറിൻ്റെ മരണശേഷം 4-ാം ദിവസം ലാസറിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ലാസറിൻ്റെ അടുത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന സഹോദരിമാർ മറിയവും മർത്തായും, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഗുരു നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സഹോദരന്മാരുടെ കണ്ണീരിൽ കൂടെ നിന്നുകൊണ്ട് ഹൃദയം വിങ്ങിക്കരയുന്ന യേശുക്രിസ്തുവിനെ ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രനായിരുന്നെങ്കിലും ഈ ഭൂമിയിൽ യേശുക്രിസ്തു ജാതനായത് മനുഷ്യപുത്രനായിട്ടാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളും എല്ലാ ദൗർബല്യങ്ങളും യേശുവിനുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം മാത്രമുണ്ടായിരുന്നു. യേശു നമ്മളിലൊഴികെ പാപമൊഴികെയാണ്, നമ്മൾ പാപത്തോടെയാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നതെങ്കിൽ യേശു പാപമൊഴികെയാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നത്, ജാതനായത്. അതുകൊണ്ടാണല്ലോ ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ പറയുന്നത്, ഞാൻ പാപിയാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്, ഹൃദയ പരമാർത്ഥയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ഞാനും പറയണമേ, എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലാവുമെന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ പാപികളായി പിറന്നു വീഴുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു പാപമൊഴികെ ആണ് ഈ ഭൂമിയിലേക്ക് ജാതനാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല. നമ്മളെപ്പം മരിക്കും, എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും നമുക്കറിയില്ല. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു യേശു എപ്പം മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കുമെന്ന്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവിടെ ശ്രേഷ്ഠന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രധാന പുരോഹിതന്മാരുടെയും ഒരുപാട് അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരുപാട് സഹിക്കേണ്ടി വരും. താൻ വധിക്കപ്പെടും, എന്നാൽ ഉയർപ്പിക്കപ്പെടും, 3-ാം നാൾ ഉയർപ്പിക്കപ്പെടും. ഇത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനമായിരുന്നു, പ്രഖ്യാപനമായിരുന്നു. 6-ാം ദിവസം ഉയർന്ന മലയിലേക്ക് പത്രോസിനെയും സബ്ദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിപ്പോയി അവിടെ രൂപാന്തരപ്പെടുന്നു. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അവിടെ യേശു ഏലിയായോടും മോശയോടും സംസാരിക്കുന്ന ശിഷ്യന്മാർ കാണുന്നുണ്ട്. ഇതൊക്കെ ബൈബിളിൽ വളരെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന, ഇവരെൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ എന്നുള്ള സ്വർഗീയ അരുളിപ്പാട് അവിടെയും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയിൽ ഗലീലയിൽ വെച്ച് വീണ്ടും ശിഷ്യന്മാരുമായി ഒത്തുകൂടുമ്പോൾ യേശു വീണ്ടും പറയുന്നു, മനുഷ്യകരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കപ്പെടും, വധിക്കപ്പെടും, എന്നാൽ 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കും. ഇത് യേശുവിൻ്റെ 2ാമത്തെ പ്രഖ്യാപനമായിരുന്നു മരണത്തെക്കുറിച്ച്.
അവിടെ നിന്ന് ബെഥാനിയയിലൂടെ കടന്നു പോകുമ്പോൾ കുഷ്ഠരോഗിയായ ശെമയോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു വെൺകൽ ഭരണി നിറയെ ഏറ്റവും വില കൂടിയ സുഗന്ധ തൈലം യേശുവിൻ്റെ തലയിൽ കൊണ്ടുപോയി സ്ത്രീ ഒഴിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ലാസറിൻ്റെ സഹോദരി മറിയമായിരുന്നു. അപ്പോൾ ഇതെന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും വിലയുള്ള ഇത് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, പാവങ്ങൾ നിങ്ങളോട് എന്നും ഉണ്ടാകും, ദരിദ്രർ നിങ്ങളോട് എന്നും ഉണ്ടാകും, ഞാനുണ്ടാവില്ല. എൻ്റെ സംസ്കാരത്തിൽ മുന്നോടിയായിട്ടാണ് അവൾ ചെയ്തത്. ലോകമുള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത്. യേശു അവിടെ നിന്ന് വീണ്ടും ഈ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ വീണ്ടും ഒലിവ് മരത്തിൻ്റെ അരികെ ബത്ഫഗയിലെത്തുമ്പോഴത്തേക്കും രണ്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോവുക, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് ആവശ്യമുണ്ടെന്ന് പറയുക. ഇതാ സിയോൻ പുത്രി, നീ നോക്കുക, ഇതാ നിന്റെ രാജാവ് കഴുതയുടെ പുറത്ത് വരുന്നു, കഴുതക്കുട്ടിയുമായി വരുന്നു, നീ നോക്കുക സിയോൻ പുത്രി. ഇതും പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. അതുപോലെ ഉപമകളിലൂടെ അല്ലാതെ യേശു ഒന്നും പറഞ്ഞിട്ടില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഉപമകളിലൂടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യം വയലിൻ്റെ നടുവിൽ പാകിയ കടുക് മണിക്ക് തുല്യം, സ്വർഗരാജ്യം വയലിൻ്റെ നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം, സ്വർഗരാജ്യം കടലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം, സ്വർഗരാജ്യം രക്തങ്ങൾ തേടി നടക്കുന്ന വ്യാപാരിക്ക് തുല്യം. അതുപോലെ തന്നെ ദൈവരാജ്യം മണവാളിനെ കാത്തിരുന്ന 10 കന്യകമാർക്ക് തുല്യം, മണവാട്ടിമാർക്ക് തുല്യം എന്ന് പറഞ്ഞു. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഈ പറയുന്ന ഞാൻ ഉപമകളിലൂടെ സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തും, ഇതെല്ലാം പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടി യേശുക്രിസ്തു നൽകിയ സന്ദേശം, അതനുസരിച്ച് ജീവിക്കേണ്ട ഇന്നത്തെ ഈ സമൂഹം അതിൽ നിന്നൊക്കെ വളരെ വ്യതിചലിച്ചുകൊണ്ട് പോകുന്ന രംഗമാണെന്ന് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചതി കാണിച്ചു, ഇവിടെ നിൽക്കുന്ന ബിസിനസ് പങ്കാളിയെയും സ്നേഹിതരെയും ഒക്കെ ചതിച്ചിട്ടാണേലും പണമുണ്ടാക്കിയാൽ മതി എന്നൊരൊറ്റ ലക്ഷ്യം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യർ. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയാണ് യൂദാസ്കറിയ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്, യേശുവിനെ ചതിക്കുന്നത്. ആ 30 വെള്ളി നാണയങ്ങൾ കൊണ്ട് കുശവൻ്റെ പറമ്പ് വാങ്ങി ആ പറമ്പ് ഇന്നും രക്തപ്പറമ്പെന്ന് അറിയപ്പെടുന്നത്. ജെറമ്യാ പ്രവാചകൻ്റെ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടായിരുന്നു അത്. യേശുക്രിസ്തു ഈ പറയുന്ന ഗൊൽഗോഥായിൽ ഗാഗുൽഥാ മലയിൽ ക്രൂശിൽ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, എലിയോ എലിയോ ലമാ സമസ്കാരി, എലി എലി ലമാ സമസ്കാരി, എൻ്റെ ദൈവമേ നീ എന്തിനെന്നെ ഉപേക്ഷിച്ചു. അത് പറഞ്ഞുകൊണ്ടാണ് യേശു മരണമടയുന്നത്. ആ മരിക്കുന്ന സമയം തന്നെ ഭൂമി അന്ധകാരത്തിൽ നിറഞ്ഞു, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറിപ്പോയി. ദേവാലയത്തിൻ്റെ തിരശ്ശീല 2ആയി കീറുന്നത് പഴയ നിയമവും പുതിയ നിയമവും 2ആയി എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞും യേശുക്രിസ്തുവിൻ്റെ കണങ്കാലുകൾ തകർക്കാതെ ഒരു പടയാളി വന്ന് യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. ശെമയോൻ എന്ന മഹാത്മാവ്, ജെറുസലേമിൽ ജീവിച്ചിരുന്ന ശെമയോൻ എന്ന നീതിമാൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, അദ്ദേഹം വിശ്വസിച്ചിരുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണാതെ ഞാൻ മരിക്കുകയില്ല. പരിശുദ്ധാത്മാവൻ നിറഞ്ഞ് ആ മഹാത്മാവ്, ആ നീതിമാൻ വിശ്വസിച്ചിരുന്നു. യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കും. ആ സംഭവത്തിൽ പൂർത്തീകരണമായിരുന്നു ഗാഗുൽത്തായിൽ സംഭവിച്ചത്. പടയാളി വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും ഒഴുകുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണശേഷം സിസ്റ്റർ ഫൗസിയിലേക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത കർണക്കൊന്ത, യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകുന്ന രക്തത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഛായാചിത്രം, അത് സിസ്റ്റർ ഫൗസിനയിലൂടെ ലോകത്തിന് പിന്നീട് യേശുക്രിസ്തു നൽകി. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ കരുണ തോന്നണം. ഇപ്പോൾ ഈ 50 നോമ്പിൻ്റെ പൂർത്തീകരണത്തിൽ വിശുദ്ധിയോടുകൂടി നമ്മളെല്ലാവരും വിശുദ്ധിയോടുകൂടി ഈ 50 നോമ്പിന് വേണ്ടി, ഈ ഈസ്റ്ററിന് വേണ്ടി, കുരിശുമരണത്തിലൂടെ കടന്നുപോയി ഈസ്റ്ററിന് ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾക്ക് യേശുക്രിസ്തു തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം പ്രത്യാശയാണ്. പാതാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആത്മാവ് ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും അവിടെ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്, അവരെഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവരുടെ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം
യേശുവിൻ്റെ ജീവിതത്തിൽ കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് നൽകിയ ഉപമകളിലൂടെ നൽകിയ വചനങ്ങൾ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോയില്ലെന്നാണ് പറഞ്ഞത്. ആകാശവും ഭൂമിയും കടന്നു പോകും. നിങ്ങൾ ഈ ലോകത്തെ അല്ല സ്നേഹിക്കേണ്ടത്, ലോകത്തെ വസ്തുക്കളെ അല്ല സ്നേഹിക്കേണ്ടത്, അതെല്ലാം കടന്നു പോകും, എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ലെന്നാണ് പറയുന്നത്. അവസാനം യേശു പിരിയുന്നതിന് മുമ്പ് ഈ പറയുന്ന ഈ ഗലീലിയെ മലമുകളിൽ നിന്നുകൊണ്ട് ശിഷ്യരും മാതാവും നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ കഠിന ഹൃദയത്തെയും അവരുടെ വിശ്വാസയില്ലായ്മയെക്കുറിച്ചും വിശ്വാസരാഹിത്യത്തെക്കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് യേശു പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മുഴുവൻ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കുകയും യുഗാന്തകൾ വരെ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തകൾ വരെ എൻ്റെ പിതാവിനോടൊത്ത് നിങ്ങളുടെ കൂടെ ഞാനിത് നവമായി പാനം ചെയ്യുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാനിനി കുടിക്കുകയില്ലെന്നാണ് പറയുന്നത്. അവസാനം എൻ്റെ പിതാവിനോടൊത്ത് നിങ്ങളോട് കൂടെ നവമായി പാനം ചെയ്യുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാനിനി കുടിക്കുകയില്ല. അപ്പം നമുക്ക് വേണ്ടി നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ സ്വർഗസ്വനായ പിതാവ് കരുതി വെച്ചിട്ടുണ്ട്. ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് ജീവിക്കാം. ചതിയും വഞ്ചനയും കളവും ഒക്കെ കളഞ്ഞ് മറ്റുള്ളവരോട് നമുക്ക് ഉള്ളത് പകുത്തു കൊടുക്കാനുള്ള നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയവിശാലതയും സ്നേഹവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് മാതൃകയായി ജീവിക്കാൻ വേണ്ടി, യഥാർത്ഥ ക്രൈസ്തവൻ്റെ ശിഷ്യനായി ജീവിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ മക്കളായി മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു.